Yes, sometimes we will have to face temporal issues in our life that we are standing in. ആമേൻ. നാം പാർക്കുന്ന ദേശത്തിന്റെ സ്ഥിതി ദൈവം മാറ്റുവാൻ This morning, the place where you dwell, God can change the situation. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്ന ദൈവമാണ്. And God is a God who will visit His people. നമ്മുടെ സ്ഥിതി എന്തെന്ന് നന്നായിട്ട് നമ്മുടെ ദൈവത്തിന് അറിയാം. He understands what kind of situation we are in. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ When the Lord visits His people, ആനന്ദവും സന്തോഷവും മടങ്ങി വരുവാനിടയായിത്തീരും. God will return joy and gladness in their heart. ആമേൻ. പ്രതിസന്ധിയുടെ നടുവിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവദാസനെ, Amen. If you can wait patiently in the presence of നിന്റെ God, ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുകയാണ്. there is the work of God that is going to be manifest in your അവൻ life. ദേശത്തെ സന്ദർശിച്ച് ജനത്തിന് ആഹാരം കൊടുക്കുന്ന He ദൈവമാണ്. will visit the land and give the food to the land. ആമേൻ. ദേശത്തിന്റെ സ്ഥിതി ദൈവം മാറ്റും. When God changes the situation of the land, ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എവിടെയുണ്ടോ, wherever there is a group of people who will ആമേൻ, pray, അവിടെ ദേശത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. God can turn that situation of the land. ആമേൻ. കെരീത്ത് വറ്റുമ്പോൾ സാരെപ്പാത്ത് Hallelujah. ഉറവ When തുറക്കും. the credit brook dries up, God will prepare a sacrifice. ആമേൻ. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി കർത്താവ് തുറന്നിരിക്കും. One way shut, God can open a way. ആമേൻ. ദേശത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. Yes, this morning God can change the situation of the land. രാജ്യത്തിന്റെ സ്ഥിതി മാറുമ്പോൾ അത് അനുഭവിക്കുവാൻ നാം ഉണ്ടായിരിക്കണം. When God changes the situation, we should be present to enjoy the benefits of it. ആമേൻ. നവോമി ഇതാ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. Naomi wants to return to Bethlehem. തന്റെ രണ്ട് പെൺമക്കളെയും തന്റെ രണ്ട് മരുമക്കളെയും അടുക്കൽ വിളിച്ച് നവോമി ഇപ്രകാരം പറയും. She calls the two daughter-in-laws and says like this: ഞാൻ എന്റെ ദേശത്തേക്ക് മടങ്ങി പോകുന്നു. I am returning to my land. നിങ്ങൾ ഭാവി കാര്യം ക്രമീകരിക്കുവാൻ ഈ ദേശത്ത് തുടരുവാൻ പറഞ്ഞപ്പോൾ And ask them to continue in this land concerning their future. അവൻ മരുമക്കളിൽ ഒരുവൾ ഓർപ്പ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. One of the daughter-in-law said, yes, I will stay here. രൂത്തിന്റെ മറുപടി, But what did Ruth answer? നീ എവിടെ പോകുന്നുവോ അവിടെ ഞാൻ വരും. Yes, wherever you go, I will go. നിന്റെ ദൈവം എന്റെ ദൈവം, Your God will be my God. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. Where you die, I will die. ആമേൻ. നവോമി ഇസ്രായേലിന്റെ ദൈവത്തെ മറന്ന് മോവാബിൽ വന്നപ്പോൾ, When Naomi had forgotten the goodness of God and went to Moab, ഒരു ജാതീയ പെൺകുട്ടി ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടെത്തുവാനിടയായി തീർന്നു. Gentile lady found the Lord Jesus Christ. ദൈവകൃപ നഷ്ടപ്പെട്ട വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകും. There are many people who have lost the grace of God in their life. എന്നാൽ നമ്മെ കാണുന്നവർ നമ്മുടെ ദൈവത്തെ കാണുവാൻ But this morning, the people who see you should see the God that you serve. ആമേൻ. ഇവൾ ഇസ്രായേലിന്റെ ദൈവത്തെ മോവാബിൽ വെച്ച് കണ്ടെത്തുവാനിടയായി. She was able to see the God of Israel in the land of Moab. അവൾക്ക് ദേശമല്ല വിഷയം, ദൈവമായിരുന്നു വിഷയം. For her, the land was not an issue, but it was God that she wanted to meet. ആമേൻ. പല ആളുകളും അഭിമാനത്തോടെ പറയാറുണ്ട്, Many people boastfully they say, എന്റെ ഭർത്താവിനെ അടക്കിയ സ്ഥലത്ത് തന്നെ എന്നെ അടക്കണം. I want to be buried in the same place where my husband is buried. അവർക്ക് കുടുംബ കല്ലറകൾ തന്നെ അതിന് ഒരുക്കിയിട്ടുമുണ്ട്. And they have a household graveyards for them. ദൈവത്തിന് ഒരു കുടുംബ കല്ലറ ഒരുക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. Even in the New Testament we read about a tomb like that. ആദ്യത്തെ കുടുംബ കല്ലറ ഒരുക്കപ്പെട്ടത് അനന്യാസിനും സഫീറയ്ക്കും വേണ്ടിയാണ്. First family tomb was prepared for Ananias and Sapphira. അത് ദൈവത്തിന്റെ കരം അവരുടെ മേൽ ഭാരമായി തീർന്നത് കൊണ്ടാണ്. That was because the hand of the Lord was a burden for them. ആമേൻ. രൂത്ത് പറയുന്നത്, You know what Ruth is saying? എന്റെ ഭർത്താവിനെ അടക്കിയത് ഇവിടെയാണെങ്കിലും, Even though my husband was buried in Moab, ആമേൻ, നീ പോകുന്നിടത്ത് ഞാനും വരും. wherever you go, I will go. ആമേൻ. കാരണം ആമേൻ, അവൾ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടെത്തി. That's because she had seen the God of Israel. ആമേൻ. കൃപ പ്രാപിച്ച ദൈവമൈതലേ, Children of God who are in the grace of ദൈവ God. സാന്നിധ്യം പ്രാപിക്കുന്നതിന് തടസ്സമായി ഒന്നും നമ്മെ പിടിച്ചു നിർത്താൻ ഇടയാകരുത്. Nothing should stop you from receiving the grace of God. ഭൗതിക തലത്തിലെ ഒരു ബന്ധങ്ങളും നമുക്ക് ബന്ധനമായി മാറരുത്. No relations that you have in
physical should become a snare for you. അവൻ നവോമിയോട് ഒരുമിച്ച് ഇതാ രൂത്ത് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുന്നു. Naomi and Ruth are traveling towards Bethlehem. നവോമിയുടെ മടങ്ങി വരവെങ്കിൽ ദേശത്ത് ആർക്കും സന്തോഷവും ഉണ്ടായി. There was great rejoicing in the land concerning their return. പക്ഷേ നവോമിയുടെ മറുപടി, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിപ്പി. But you see, Naomi says, do not call me by the name Naomi, call me Mara. ഏറിയ വർഷമായി നവോമി ബേത്ലഹേം വിട്ട് മോവാബിലാണ് പാർക്കുന്നതെങ്കിലും, although it has been a long time since she left Moab and is dwelling left Israel, Bethlehem and is dwelling in Moab. മടങ്ങി വന്ന നവോമിയെ കണ്ടപ്പോൾ ജനം എന്തുകൊണ്ട് സന്തോഷിച്ചു? Why did the people rejoice at the return of this Naomi? ആമേൻ. പ്രാർത്ഥിക്കുന്നവർക്ക് ഇതിനകത്ത് ഒരു ദൂത് ഞാൻ പറഞ്ഞു തരാം. For those who pray to God, let me give you a message. നവോമി ബേത്ലഹേം വിട്ട് എന്ന് മോവാബിലേക്ക് പോയോ, The day when Naomi decided to go to Moab, അന്ന് മുതൽ നവോമി മടങ്ങി വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു പട്ടണവാസികൾ അവിടെ ഉണ്ടായിരുന്നു. There was a land, a group of people who prayed for her return. Praise God. അവരുടെ പ്രാർത്ഥനയുടെ മറുപടി എന്നവണ്ണമാണ് നവോമി ഇപ്പോൾ ദേശത്തേക്ക് മടങ്ങി Now as an answer to the prayer of Naomi, the people, Naomi is coming back. അവൻ നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെ ദൈവമായ കർത്താവ് നമ്മുടെ കണ്ണിന് മുമ്പിൽ കൊണ്ടുവരുവാനായി തീരും. Amen. For the people you pray for, praise God, God is going to bring them before your eyes. അവൻ ദൈവ സാന്നിധ്യമുള്ള ദേശം വിട്ട് ഒരു വ്യക്തി മടങ്ങി പോയാൽ, even if somebody departs from the Lord, അപ്രകാരമുള്ളവരുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, and child of God, if you pray for their return, ഈ പ്രകാരം വിശ്വസിക്കുക, believe this അവരുടെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നതിന് മുൻപായി, before your eyes get dimmer, നിന്റെ കാതിന്റെ കേൾവി കുറയുന്നതിന് മുൻപായി, നിന്റെ ബോധം മറയുന്നതിന് മുൻപായി, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയായി God as an answer to your prayer, ദൈവജനത്തെ മടക്കി കൊണ്ടുവരുക. God wants to bring people back from their captivity. സഭയോട് ഞാൻ ദൂത് പറയുന്നു. This morning let me tell you to the church, സഭ ഏത് വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നുവോ, what does the church pray for? ആ വിഷയത്തിന് മറുപടി വേഗത്തിൽ ദൈവം കൊണ്ടുതരാൻ God is going to answer that very quickly. ഓ മാറയുടെ കയ്പ് വർദ്ധിക്കുമ്പോൾ തന്നെ, While the bitterness increases, ആ കയ്പിന്റെ കാഠിന്യത്തെ മാറ്റത്തക്ക വിധത്തിൽ ഒരു മധുരത്തിന്റെ വൃക്ഷവും അവിടെ വളരുന്നുണ്ട്. there is a tree of sweetness that grows in the same place. അവൻ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. The only thing is you and I cannot see that right now. കയ്പിന്റെ കാഠിന്യം ആഴത്തിൽ മുറുകുന്നതിനനുസരിച്ച്, As much as the greatness of the bitterness increases in you, അതിനെ മധുരമാക്കുന്നത് ഓരോ ഇഞ്ചും വളർന്നുകൊണ്ടിരിക്കുകയാണ്. the sweetness on the other hand is growing beside it. അവൻ ഒരു വശത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, While there is problem on the other one side, മറുവശത്ത് പരിഹാരവും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. on the other side there is an answer. അവൻ ഒരു സൈഡിൽ നിന്ന് നീ കണ്ണുനീർ ഒഴുക്കുമ്പോൾ, While you have tears on one side, മറുവശത്ത് നമ്മൾ കണ്ണുനീർ തുടയ്ക്കുവാൻ പദ്ധതി ഒരുക്കി. God wants to wipe away every tear. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Children of God, when you and I pray, നിനക്ക് വേണ്ടി ചിലതിനെ ഒരുക്കി ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. God is preparing things for you. Praise the Lord. മടങ്ങി വന്ന് അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവര് ഇതുവരെ ദൈവത്തെ സ്തുതിച്ചാലും Believe that it shall return and you will worship God. Praise the name of the Lord. ആമേൻ. നവോമിയോട് ഒരുമിച്ച് ഇതാ രൂത്തും ബേത്ലഹേമിലെത്തി. Here Ruth is accompanying Naomi to Bethlehem. പരിചയമില്ലാത്ത ഒരു ദേശം, A very unfamiliar land. മുൻപരിചയമില്ലാത്ത ജനങ്ങൾ, Strangers, just strangers in the new land. രൂത്ത് പറയുന്നത്, ഞാൻ പെറുക്കുവാൻ പോകട്ടെ. She is telling, let me go and gather. ആമേൻ. രൂത്ത് വന്ന സമയത്ത് തന്നെ നേരെ ഒരു വയലിലേക്കാണ് പോയത്. She went right into a field when she came to Bethlehem. രാവിലെ മുതലേ പെറുക്കുവാൻ തുടങ്ങി. She began to gather right from the morning. ഈ സമയത്ത് വയലിന്റെ ഉടമസ്ഥനായ ബോവസ് അവിടേക്ക് വരുന്നു.